എല്ലാ ഡിയിൽ തെളിവും എല്ലാം ഉണ്ട്. പക്ഷേ അവരെന്തുകൊണ്ട് ബാക്കി കാര്യം ചെയ്യുന്നില്ല? അടുത്ത ഇലക്ഷനിൽ ഇവർ തമ്മിലുള്ള ഒരു ഡീല് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്തർധാരെന്ന് വെച്ച് നടത്തുക. കാരണം വെച്ചാൽ അടുത്ത പ്രാവശ്യം എങ്ങനെയെങ്കിലും ഒരു 20 സീറ്റൊന്നും BJP കൊടുക്കാം. കാരണം അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബം അകത്ത് പോകും. അതാണ് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അടുത്ത പ്രാവശ്യം ഇതൊന്നും നടക്കത്തില്ല. UDF വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമ്മുടെ ഏതും പോരാത്ത എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുന്ന സ്വാമി അയ്യപ്പനെ പോലും വിറ്റ് അവർ കാശുണ്ടാക്കും. അവരാരും എന്ത് വെളിച്ചത്ത് വരുന്നില്ല. കാരണം അത് ഈ 2 ആഴ്ചയ്ക്കകം അവരുടെ ഓരോ നേതാക്കന്മാരും അകത്ത് പോകുന്നത് നമുക്ക് കാണാം. അവർക്ക് ഓരോ പാർട്ടി SDP ആയിട്ടോ BDP ആയിട്ടോ ഏത് ജമാഅത്തോ ഇസ്ലാമി ആയിട്ടോ എന്ത് വേണമെങ്കിലും അവർക്ക് കൂട്ടുക. മറ്റുള്ളവർ കൂടിക്കഴിയുമ്പോൾ അത് മതഭൗതികവാദമാണ് എന്നും പറഞ്ഞ് അവർ അത് ഈ അണികളെ തിരഞ്ഞെടുത്ത് ഈ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് അദ്ദേഹത്തിന് വേണ്ടി എതിരുന്ന സെക്രട്ടേറിയറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ ഒന്നും തിരിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുതുപ്പള്ളിയിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ പുതുപ്പള്ളിക്കാരനായിട്ടുള്ളൊരു ചേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടനോട് ഈ UDF വൻ വിജയമാണല്ലോ നേടിയതും. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. അപ്പോൾ ചേട്ടാ പേരെന്താണ്? എൻ്റെ പേര് ജോയി, അഞ്ചേരിക്കാരൻ ജോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യൽ നെയിം പറഞ്ഞാൽ ചെറിയാതാമസം എന്ന് പറയും. പക്ഷേ ഇത്തവണത്തെ നിയമസഭ ഈ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നമ്മൾ വിജയം നേടി. ഇതുപോലെ തന്നെ നമ്മൾ നിയമസഭയിലും വിജയം നേടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജനങ്ങളെ, ഈ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടി ഓരോ രീതിയിലും അവർ ഓരോന്നും തന്നെ നമ്മളെ പ്രവർത്തിയിൽ കൂടെ ഒന്നും ചെയ്യത്തില്ലെങ്കിലും വാക്കുകൊണ്ട് അവർ നമ്മളെ എല്ലാ രീതിയിലും ഇത് ചെയ്യും. കാരണം ഇന്ന തരാം മറ്റേ തരാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം അവരുടെ ഭരണം ഉപയോഗിക്കുന്നു. അടുത്ത പ്രാവശ്യം നിയമസഭയിൽ നമുക്ക് 100 സീറ്റ് മുകളിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ അവരും ഈ BJPയും CPMുമായുള്ള ഡീലിൻ്റെ പ്രകാരം അവർക്കൊരു 20 സീറ്റ് എങ്കിലും ഈ CPMുകാരെ കൊടുത്തിരിക്കും. അല്ലെങ്കിൽ അവരുടെ നേതാവ് അകത്ത് പോകും. അതുകൊണ്ട് മാത്രം ഞാൻ എപ്പോഴും പറയാം അതതിനകത്തെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ UDF വൻ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ വന്നിരിക്കും. അതാണ് ഇതിനകത്ത്. അതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്ത. 100 സീറ്റെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവാണ്. അത് കൂടുതൽ കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPMൻ്റെ ആൾക്കാർ തന്നെ സാധാരണക്കാർ പോലും UDFന് വോട്ട് ചെയ്യും. കാരണം അവരെല്ലാം മടുത്തുപോയി. കാരണം എന്ന് വെച്ചാൽ പഴയ ഈ CPM അല്ല ഇപ്പോഴത്തെ CPM. ഇപ്പം എല്ലാം ഒരാളിൽ കൂടെ മാത്രമാണ്. നമ്മുടെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഇതാണെന്ന് പറഞ്ഞാലും പോളിറ്റ് ബ്യൂറോ ആണെങ്കിലും ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും എതിർവായ്ക്ക് തിരുവായില്ല. മാവേലി തമ്പുരാനെ ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതേ രീതിയിൽ നടത്തുന്നു. അത് മാത്രമേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം UDF വൻപിച്ച ഭൂരിപക്ഷത്തോടെ നമ്മുടെ കേരളത്തിൽ ഭരിക്കും. അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് മാത്രമാണ്. നമ്മുടെ എല്ലാം വിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതും പോരാത്ത എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുന്ന സ്വാമി അയ്യപ്പനെ പോലും വിറ്റ് അവർ കാശുണ്ടാക്കി. അവരാരും വെളിച്ചത്ത് വരുന്നില്ല. കാരണം അത് ഈ 2 ആഴ്ചയ്ക്കകം അവരുടെ ഓരോ നേതാക്കന്മാരും അകത്ത് പോകുന്നത് നമുക്ക് കാണാം എന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ശബരിമലയിൽ ഈ പാരഡി ഗാനം ഇറങ്ങിയായിരുന്നല്ലോ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് UDFിൻ്റെ ഒരു പ്രചാരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു പാട്ടാണ്. അപ്പം അത് മാറ്റാനൊക്കെ CPM നേതൃത്വമൊക്കെ കൂടുതൽ ശ്രമിച്ചിട്ട് അവർ തന്നെ പിന്നോട്ട് പോയി. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനെ നോക്കിക്കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം. ഞാൻ എറിയുന്നത് തിരിച്ച് നമ്മൾ ഒരാളുടെ നേരെ കൈവിരൽ ചൂണ്ടിയാൽ തിരിച്ച് 4 വിരൽ നമ്മുടെ നേരത്തോട്ടാണ് വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവരത് പിൻവാങ്ങിയിരിക്കുന്നത്. അവർക്ക് തന്നെ അത് ദോഷം ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഒരു പാരഡി ഗാനം പാടുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ എന്നും വേണം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് സ്പീഡിനെക്കുറിച്ച് എന്തെല്ലാം പാടി ഓരോന്നും പറഞ്ഞു. അവർക്കിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവർക്ക് ചെയ്യാം, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഓരോ പാർട്ടി SDP ആയിട്ടോ BDP ആയിട്ടോ ഏത് ജമാഅത്ത് ഇസ്ലാമി ആയിട്ടോ എന്ത് വേണമെങ്കിലും അവർക്ക് കൂട്ടുക. മറ്റുള്ളവർ കൂടിക്കഴിയുമ്പോൾ അത് മതഭൗതികവാദമാണ് എന്നും പറഞ്ഞ് അവർ അത് ഈ അണികളെ തിരഞ്ഞെടുത്ത് ഈ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് അദ്ദേഹത്തിന് വേണ്ടി എതിരുമായിട്ട് സെക്രട്ടേറിയറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ ഒന്നും തിരിച്ച് പറയാൻ പറ്റത്തില്ല. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മറ്റേ അതേ സമയത്തെന്ന് വെച്ചാൽ UDFിലെ ഏത് നേതാക്കന്മാർ കുറ്റം കാണിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് തിരിച്ച് ചോദിക്കാനുള്ള ഈ ഒരു ശക്തിയും ബലവും ആ പാർട്ടി പ്രവർത്തകർക്കുണ്ട്. അതാണ് ഇതിനകത്ത് UDFും CPMുമായിട്ടുള്ള വ്യത്യാസം. നമുക്കറിയാം ഇപ്പോൾ പുതുപ്പള്ളിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വീണ്ടും ഒരു ഉമ്മൻചാണ്ടിയുടെ തരംഗം വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഉമ്മൻചാണ്ടി എന്ന് വെച്ചാൽ ആ മനുഷ്യൻ അന്ന് എനിക്ക് 15 വയസ്സുള്ളപ്പം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയ പാർട്ടിയാണ്. അന്ന് അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ പുതുപ്പള്ളിയല്ല സ്നേഹിച്ചത്, അദ്ദേഹം കേരളത്തിലെ ജനതയാണ് സ്നേഹിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ശവസംസ്കാരം നടന്ന സമയത്ത്
അവിടെ തൊട്ട് ഇവിടം വരെ വന്നതും, അതുപോലെ തന്നെ മലബാർ സൈഡിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ്. കാരണം നമ്മളിവിടെ പുള്ളിയെ ഒന്നും ഇല്ലാതാക്കുമായിരിക്കും, പക്ഷേ അവിടെയുള്ളവർ ഉമ്മൻചാണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ സമുന്നതനായ നേതാവ്, കാരണം ജനങ്ങൾക്കിടയിൽ ജനകീയനായിട്ടൊരു നേതാവ്, ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയിട്ടുമില്ല, ഇനിയും കിട്ടാൻ പോകുമെന്നും നമുക്ക് പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ഏതാൾക്കും ഏത് സമയത്തും അദ്ദേഹത്തോട് ഇന്ന് കാര്യം നേരിട്ട് പറയാം. പുള്ളി നേരിട്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങളും എല്ലാം പരിശോധിച്ച് നമുക്ക് സഹായിക്കാമെന്നുള്ള എല്ലാ കാര്യവും ചെയ്തു തരുന്ന ഒരു മഹത്തായ ഒരു വ്യക്തിയാണ്. പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ളവർക്ക് പോലും പുള്ളിയുടെ വില എന്താണെന്നുള്ളത് അറിയോ. ചാണ്ടിമനൊക്കെ ആണെന്നൊന്നുമില്ലെന്ന് വെച്ചെന്ന് ചാണ്ടിമൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം അതേ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അദ്ദേഹത്തോട് ഞങ്ങൾ നേരിട്ട് പറയും. അതാണ് ഇതിനകത്ത്. അദ്ദേഹം അതുപോലെ പ്രവർത്തിക്കും. കാരണം അത് ആ അപ്പൻ്റെ പാത പിന്തുടർന്ന് മകൻ ചെയ്യും. നമുക്കറിയാം പുതുപ്പള്ളിയിൽ പ്രചാരണത്തിന്റെ സമയത്തൊക്കെ ചാണ്ടിയുമ്മൻ സാറ് ഓടി നടന്ന വീടുകളിലൊക്കെ പ്രചാരണം നടത്തിയിരുന്നു. അപ്പം ഈ ഒരു വിജയത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനവും വലുതല്ലേ? വലുതോ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പുതുപ്പള്ളി പഞ്ചായത്തും വാതാനം പഞ്ചായത്തും അങ്ങനെ പല പഞ്ചായത്തുകളും പോയി അത് മുഴുവൻ തിരിച്ചു പിടിച്ചു. ഇന്നിപ്പോൾ 7 പഞ്ചായത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേന്ന് വെച്ചാൽ 8 വാർഡും ബാക്കിയുള്ളവരുടെ എല്ലാം പുള്ളിക്ക് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നത് വെച്ചാൽ 8 പഞ്ചായത്തിൽ 7 കിട്ടി. ഒരെണ്ണം നിസ്സാരമായ വോട്ടിനാണ് പോയത്. അതും അടുത്ത പ്രാവശ്യം നമുക്ക് അതിന് ഈ ചാണ്ടിയുമ്പൻ നിൽക്കുകയാണെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിൽക്കുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണിശമായിട്ടും ആൾക്കാരെ ചെയ്യത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UDF ഒരു നിലനിൽപ്പുള്ളൂ. അത് കാരണം എന്ന് വെച്ചാൽ അവരെല്ലാ ആൾക്കാരെയും എല്ലാവരുമായിട്ട് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും എല്ലാം ഒരുപോലെ കണക്കാക്കുന്നു. ഇതിപ്പം സൗകര്യം കിട്ടിക്കഴിയുമ്പോൾ ഓരോരുത്തരും ഓരോ പ്രഹസനങ്ങളൊക്കെ പറയും. ആഗോള അയ്യപ്പ സംഘം നടത്തിയപ്പോൾ എന്തെല്ലാം പ്രഹസനമാണ് വന്നത്. ഇതിൽ നിന്നൊക്കെ മാറിയില്ല. നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും മനസ്സിലായില്ല. അയ്യപ്പനെ വിറ്റ് കാശാക്കുന്നവരെ എന്തിനു ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ ചോദിച്ചു കഴിയുമ്പം ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കുന്നുണ്ട് ഞാൻ പറയും, അവർ പറയും ഞാൻ മതബോധം. ഒരിക്കലുമല്ല. അയ്യപ്പനെ വിശ്വസിക്കാൻ ഞാനും ശബരിമലയ്ക്ക് പോകുന്ന ഒന്നാന്തരം സ്വാമിമാർ ഈ പോകുന്നുള്ള വ്രതത്തോടുകൂടി ഇരിക്കുന്ന സ്വാമിമാർക്ക് നെയ്യഭിഷേകത്തിനുള്ള തേങ്ങയ്ക്കകത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. അതുപോലെ എനിക്കും വിശ്വാസമില്ല. കാരണം ഒരു ദൈവത്തെയും നമ്മൾ മറക്കരുത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ടത്. കാരണം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആരെയും എനിക്ക് ഇന്നത് നാളെ അടുത്തത് കിട്ടും എന്നും പറഞ്ഞ് ഞാൻ ആരെയും കൂട്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരെ തള്ളുക, അത് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശിക്ഷ അനുഭവിച്ചിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ശബരിമല കേസ് വന്നു, ED വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. പല കേസുകളും EDയുടെ കയ്യിലിരിക്കുകയാണ്. ED എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള അവർ ഭീഷണിപ്പെടുത്തും. അതനുസരിച്ച് ചെയ്യും. നമുക്ക് PM ശ്രീയുടെ ഇത് കാര്യത്തിലറിയാം. EDയുടെ സ്വാധീനിക്കാന്ന് വെച്ചാൽ EDയുടെ സ്വാധീനം കൊണ്ടല്ലേ ഇപ്പോഴത്തെ കേസ് പൊങ്ങാതിരിക്കുന്നത് ഓരോന്നും. പ്രതീക്ഷയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EDയുടെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ED എത്ര കേസ് അന്വേഷിച്ചു, എല്ലാ EDയുടെയും തെളിവും എല്ലാം ഉണ്ട്. പക്ഷേ അവരെന്തുകൊണ്ട് ബാക്കി കാര്യം ചെയ്യുന്നില്ല? അടുത്ത ഇലക്ഷനിൽ ഇവർ തമ്മിലുള്ള ഒരു ഡീല്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്തർധാര എന്ന് വെച്ച് നടത്തുക. കാരണം എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം എങ്ങനെയെങ്കിലും ഒരു 20 സീറ്റെങ്കിലും BJPക്ക് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബം അകത്ത് പോകും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അടുത്ത പ്രാവശ്യം ഇതൊന്നും നടക്കത്തില്ല. UDF വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കൊല്ലം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാമെന്നുണ്ടെങ്കിൽ അതുപോലെ എന്ന് വെച്ചാൽ ഇത്തവണ പേരിലുള്ള കോഴിക്കോട് കോർപ്പറേഷൻ അവിടെയും ഭൂരിപക്ഷം ഇല്ല. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. അത് മാത്രമായില്ലേ. ബാക്കി കോർപ്പറേഷൻ എല്ലാം പോയില്ല. എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ടിരിക്കുന്നത് BJP കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കയറി. അവരടുത്ത പ്രാവശ്യം ജയിക്കും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷെ അതൊന്നും നടപ്പില്ല. കാരണം ഇപ്പോൾ നമുക്കറിയാം BJPനെ വെച്ച് നോക്കുമ്പോൾ അവർ കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു മാറ്റത്തെ ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇനി കേരളം BJP ഭരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം BJP ഭരിക്കാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ അത്ര പ്രബുദ്ധരാണ്. നോർത്ത് ഇന്ത്യയിലെ പോലെയല്ല. നമ്മുടെ ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കുട്ടിയോട് ചോദിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്, അറിവുമുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയെ നേർക്കണം, ആരെ ഇത് ചെയ്യണം. അതുകൊണ്ട് അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടതും UDF ആയിട്ടാണല്ലോ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം UDF വരും. ഇത് ഇത്തവണ ബംഗാളിൽ പണ്ട് വന്നിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് വന്നിരിക്കുന്ന അബദ്ധം പോലെ തന്നെ ഇത്തവണയും ഇതോടുകൂടി കേരളത്തിലെ CPMൻ്റെ ഭരണം അവസാനിക്കുകയാണ്. UDF നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്യും എന്നില്ല. പിന്നെ അവർക്ക് വളം വെച്ചെടുക്കുന്ന ഈ CPM ആണ്. അത് CPMൻ്റെ അണികളല്ല. നേതാവ് പറഞ്ഞു കഴിഞ്ഞിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എതിർവായിക്ക് തിരുവായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം പിണറായി സർക്കാരിൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ വീഴ്ചകൾ പറഞ്ഞു. അപ്പം കേന്ദ്രത്തിൽ മോദി ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മോദിയുടെ ഭരണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ഇപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോദി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്ക് സന്തോഷം.
പക്ഷേ അത് ഈ നമ്മളെ രാജ്യത്തെ രാമരാജ്യമാക്കാൻ നമ്മളാർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ പേര് പോലും മാറ്റി. ഇങ്ങനെ ഓരോന്നും വന്നു കഴിയുമ്പോൾ നമുക്ക് സാധാരണക്കാരായ ജനങ്ങളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഹാത്മാഗാന്ധിയെ നമ്മൾ ദൈവദൂതമായിട്ട് വെച്ചു. കാരണം അദ്ദേഹം കഷ്ടപ്പെട്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അന്ന് ഇവരാരും ഇല്ലായിരുന്നു. ഒരു കൊച്ചു ജനിക്കുമ്പോൾ അതിനെ വളർത്തി കഴിയുമ്പം നമുക്ക് എന്ത് വേണേലും ചെയ്യാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഇത്രയും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ നിന്ന് നമ്മുടെ ഈ സമുന്നത നേതാക്കന്മാരെല്ലാം അവരെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി ആയിട്ടാണ് BJP ചേർന്നിരിക്കുന്നതും ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. അവിടെ BJPയുടെ അധികാരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ നേതാക്കന്മാരും മുഴുവൻ കോൺഗ്രസ്സിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം അവർക്കൊക്കെ അറിയാം, അല്ലാതെ വേറെ ഒന്നുമില്ല. അതാണ് ഏറ്റവും മോദി നല്ല കാര്യം ചെയ്യുന്ന അതൊക്കെ നല്ല കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 ആകുമ്പോഴെന്ന് വെച്ചാൽ അടുത്ത പ്രധാനമന്ത്രി ആകാനായിട്ട് പലരും നോക്കിയിരിപ്പുണ്ട് BJPയുടെ തന്നെ. അത് മോദി ഇരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും. മറ്റുള്ളവർ അവരുടെ കൂട്ടത്തിലുള്ളവർ പോലും അത് സമ്മതിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള അണികൾ കാരണം അവരെ ഹിന്ദു രാജ്യം ആക്കുക എന്ന് വെച്ചാൽ രാമൻ നമിച്ചു, അവർക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും സഹോദരന്മാരായിട്ട് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമുദായത്തിലാണെന്ന് പറഞ്ഞാലും എല്ലാവരും അതുപോലെ തന്നെ നമ്മൾ സഹോദരത്തോടെ പെരുമാറുന്നു. അതാണ് ഏറ്റവും വലിയ ഇത്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും സ്നേഹമുള്ള ഈ സ്റ്റേറ്റ് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലെ പോലെ മറ്റുള്ളവരുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാന്ന് പറഞ്ഞാലും നമ്മൾ സഹായിക്കാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളീയരെ പോലുള്ള ഒരു മനസ്സാക്ഷിയുള്ളവർ വേറെ ഈ ഒരു സ്റ്റേറ്റിൽ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാനും നമ്മുടെ വെട്ടുകാരേ ഉള്ളൂ. അതേ സമയത്ത് നമ്മൾ മറ്റുള്ള സ്റ്റേറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അവനവിടെ കിടന്നോട്ടെ എന്നൊന്നും പറഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കാതെ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത്ര എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നതി വന്നിരിക്കുന്നതുകൊണ്ട് മാത്രം. കാരണം അറിവും എല്ലാവർക്കും ഉണ്ട്. ഏത് കുട്ടിയോട് ചോദിച്ചെന്ന് പറഞ്ഞാലും അവൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ അവന് വിദ്യാഭ്യാസം ഉള്ളതാണെന്ന് വെച്ചാൽ അവനറിയാം. അതാണ് ഇതിനകത്ത്. അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അണികൾ എല്ലാവരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ. നേതാക്കന്മാർ തന്നെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നേതാവ് ഏറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു ഒന്നും പറയാൻ പറ്റത്തില്ല. അതാണ് അതിനകത്ത്. അണികളൊക്കെ നല്ലവരായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഏറ്റവും നല്ല വെച്ചാൽ അടുത്ത പ്രാവശ്യം 2026 വൻപിച്ച ഭൂരിപക്ഷത്തോട് UDF കേരളം ഭരിച്ചിരിക്കും. നല്ലൊരു മുഖ്യമന്ത്രിയെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു ഭരണവും ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊരു അങ്ങനെ എന്തെങ്കിലും ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയാണെന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും അല്ല. അത് കഴിവും ഇതെല്ലാം ഉള്ള ഒരാളെ കോൺഗ്രസിൻ്റെ AICCയോ അവർ തിരഞ്ഞെടുക്കും. അത് പറയും, അതനുസരിക്കും. താൽക്കാലികമായിട്ട് 10-40 ഒന്നുമില്ലാത്ത ഒരുത്തനെ പിടിച്ച് MLA ആക്കി, മന്ത്രിയാക്കി, അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റിലേക്ക് പോയി സീറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് നേരെ ഇടതുപക്ഷത്തിലേക്ക് പോകുന്ന നേതാക്കന്മാരും നമ്മുടെ കുറച്ച് അത് വെട്ടി തിരിച്ചതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയത്. നമ്മളെല്ലാവരെയും അതുപോലെ വെച്ചാൽ ഒരു പ്രാവശ്യം 5 പ്രാവശ്യം 5 പ്രാവശ്യം 6 പ്രാവശ്യം നിന്ന് ജയിച്ചാൽ മാറി പുതിയ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കണം. പ്രായമാകുമ്പോൾ അപ്പന്മാർ മാറിയിരിക്കണം, മക്കളുടെ വീട്ടിലെ കാര്യം നടത്തുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലും അത് ചെയ്തിരിക്കണം. അതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും വലിയ അത്യാവശ്യമായ കാര്യം. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം കോൺഗ്രസിൻ്റെ നല്ലൊരു ലീഡറെ നമ്മളെ വെട്ടങ്ങൾ തിരഞ്ഞെടുക്കും. അല്ലെങ്കിൽ AICCന്ന് അവർ തീരുമാനിക്കും. ഹൈക്കമാൻഡിൽ തീരുമാനിച്ച് നല്ലൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. ശരിയാണ്.